Here I am, down on my knees again, surrendering all, surrendering all. And find me here, Lord, as you draw me near. I'm desperate for you, I'm desperate for you. I surrender. Drench my soul as mercy and grace unfold. I hunger and thirst.
വിശുദ്ധ നിമിഷങ്ങളിൽ ഹൃദയത്തിൽ ഈശോയെ സ്വീകരിക്കണമെന്ന ആഗ്രഹവുമായി എത്തുന്ന കുട്ടികളെയും ഇവരെ ആശീർവദിച്ച് ഒരുക്കിവിട്ട മാതാപിതാക്കളെയും ഇവരെ വിശ്വാസ സത്യങ്ങൾ പഠിപ്പിച്ച വിശ്വാസ പരിശീലകരെയും പ്രത്യേകമായിട്ട് റവറൻ സിസ്റ്റർ ടെസ്ലിൻ CS-നെയും ബ്രദർ ജോണിനെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്കും ഈ തിരുക്കർമ്മങ്ങളിൽ പ്രാർത്ഥനയോടെ പങ്കുകൊള്ളാം. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന അഭിമന്യ ജോസഫ് പാംബ്ലാനി മെത്രാപ്പൊലീത്തായെയും സഹകാർമ്മികരെയും മറ്റെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിനായി പാലം കൊറോന വികാരി വെരി റവറൻ ഫാദർ എബിൻ കുന്നപ്പള്ളിനെ ക്ഷണിക്കുന്നു. ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ അഭിമന്യ ജോസഫ് പാംബ്ലാനി പിതാവേ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ഇവാഞ്ചലിൻ, അഭിമേൽ, അവരുടെ മാതാപിതാക്കളെ, പ്രിയമാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, ഇന്ന് നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ്. നമ്മുടെ 2 കുഞ്ഞുമക്കൾ അവളെ ഒത്തിരിയേറെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി ഈശോയെ സ്വീകരിക്കുവാനായിട്ട് ഇന്ന് ഈ ബലിപീഠത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. നമുക്കറിയാം, വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ എത്രമാത്രം ആഗ്രഹത്തോടെയാണ് ഈ ദിവസത്തെ സമീപിച്ചതെന്ന്. ഇവരും അതേ ആഗ്രഹത്തോടെ ഒരുക്കത്തോടെയാണ് ആയിരിക്കുക. ഇന്ന് ഈ സന്തോഷത്തിൻ്റെ മാറ്റുകൂട്ടുവാനായിട്ട്, നമ്മുടെ സന്തോഷം ഇരട്ടിയാക്കുവാനായിട്ട് നമ്മുടെ കൂടെ ആയിരിക്കുക അഭിവന്ദ്യ ജോസഫ് പാംബ്ലാനി മെത്രാപ്പൊലീത്തയാണ്. പിതാവ് നമുക്കറിയാം, നമ്മുടെ ഇടവകയിലെ ജെയിംസ് ഏട്ടൻ്റെ അല്ലെങ്കിൽ ആൻസ്ലിൻ ചേച്ചിയുടെ സഹോദരനാണ്. പിതാവ് മുൻപ് അച്ഛനായിരുന്നപ്പോൾ പലപ്പോഴും ഈ ഇടവകയിൽ വന്നിട്ടുണ്ട്. പക്ഷെ മെത്രാനായതിനു ശേഷം അല്ലെങ്കിൽ മെത്രാപ്പൊലീത്ത ആയതിനു ശേഷം ഇതുവരെ ഇവിടെ വരുവാൻ, ഒരു വിശുദ്ധ ബലി അർപ്പിക്കുവാനുള്ള അവസരം ലഭിച്ചിട്ടില്ലായിരുന്നു. അപ്പോഴാണ് ഇപ്രകാരം ഒരു അവസരം ഒത്തുവന്നത്. നമ്മുടെ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി പിതാവ് ആ ആഗ്രഹം സ്വീകരിച്ചു. ഒത്തിരി തിരക്കുകൾ പിതാവിനുണ്ട്. 2 രൂപതയുടെ ഉത്തരവാദിത്തങ്ങൾ പിതാവ് നിർവഹിക്കുന്നുണ്ട്. അടുത്തടുത്ത രൂപതകളല്ല എന്ന് നമുക്കറിയാം. ഒത്തിരിയേറെ സമയം യാത്രയ്ക്കായിട്ട് മാത്രം ഒരാഴ്ച പിതാവ് മാറ്റിവെക്കുന്നുണ്ട്. പക്ഷേ അത്ര തിരക്കുള്ള ഒരു ജീവിതത്തിനിടയിലും പിതാവ് ആദ്യം നാളെ രാവിലെ വന്ന് പോകുവാനാണ് ഇരുന്നത്. പക്ഷെ നമ്മളിപ്രകാരം ഒരാഗ്രഹം പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ ആഗ്രഹം സ്വീകരിക്കുകയും ഇന്ന് നമ്മോടുകൂടി ആയിരിക്കുവാൻ ഇവിടെ എത്തുകയും ചെയ്യുന്ന അഭിവന്ദ്യ ജോസഫ് പാംബ്ലാനി മെത്രാപ്പൊലീത്തായ്ക്ക് ഏറ്റവും സ്നേഹത്തോടെ പാലം ഇടവക കുടുംബത്തിൻ്റെ പേരിൽ പിതാവിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പിതാവിന് ബൊക്കെ കൊടുത്ത് പിതാവിനെ സ്വീകരിക്കുവാനായിട്ട് കൈക്കാരന്മാരെ 2 പേരെയും മുൻപോട്ട് ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ താരങ്ങളായ അഭിമേലിനെയും അതുപോലെ തന്നെ ഇവാഞ്ചലിനെയും അവരുടെ മാതാപിതാക്കളെയും നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഇന്നത്തെ തിരുക്കർമ്മങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിൻ്റെ ദിവ്യ സാന്നിധ്യം അനുസ്മരിച്ചുകൊണ്ട് പ്രധാന കാർമ്മികൻ മാർ ജോസഫ് പാംബ്ലാനി മെത്രാപ്പൊലീത്ത, ഫാദർ എബിൻ, കുട്ടികളെ പരിശീലിപ്പിച്ച സിസ്റ്റർ ടെസ്ലിൻ, കൈക്കാരന്മാർ, കാറ്റഗിസം ഹെഡ് മിസ്ട്രസ്, ആദ്യ കുർബാന സ്വീകരിക്കുന്ന കുട്ടികൾ, അവരുടെ മാതാപിതാക്കൾ എന്നിവർ ഈ സമയം ദീപം തെളിക്കുന്നു. ക്രിസ്തുവാണ് യഥാർത്ഥ വെളിച്ചമെന്നും ക്രിസ്തുവിൻ്റെ ജീവനിൽ നമ്മൾ പങ്കുകാരാകുന്നുവെന്നും
ക്രിസ്തുവിൽ നമ്മളെല്ലാവരും ഒന്നാണെന്നും ഈ കർമ്മം വഴി സൂചിപ്പിക്കുന്നു. ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ജീവിതം പ്രകാശപൂരിതമാകുന്നത്. ഈ കുട്ടികളുടെ ജീവിതവും ക്രിസ്തുവിനാൽ നിറഞ്ഞ് അനേകർക്ക് വെളിച്ചമായി ഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയം മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹനാഥനായ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോനാഥ, മാമോദീസ സമയത്ത് തലതൊട്ടപ്പനും തലതൊട്ടമ്മയും കുട്ടികൾക്കായി വിശ്വാസ സത്യങ്ങൾ ഏറ്റുപറഞ്ഞു. മാതാപിതാക്കളിലൂടെ ലഭിച്ച വിശ്വാസ പാരമ്പര്യത്തിലൂടെയും വിശ്വാസ പരിശീലനത്തിലൂടെയും കത്തോലിക്ക വിശ്വാസത്തിന്റെ കാതലായ സത്യങ്ങൾ ഇവർ മനസ്സിലാക്കുവാൻ തുടങ്ങി. വിശ്വാസ സത്യങ്ങളെ സംബന്ധിച്ച കാർമികന്റെ ചോദ്യങ്ങൾക്ക് കുട്ടികൾ ഇപ്പോൾ മറുപടി പറയുന്ന സമയമാണ്. Dear children, you have become members of the Church and partakers of the Kingdom of God through the sacrament of baptism. On the day of your baptism, it was your godparents who proposed your baptismal vows on your behalf. Now, as you are preparing to receive the sacrament of Holy Eucharist, do you desire to profess the baptismal vows by yourself wholeheartedly with firm faith and true conviction? Do you believe in one God, the Father Almighty, creator of all things visible and invisible? Do you believe in Lord Jesus Christ, the only begotten Son of God,
the firstborn of God, consubstantial with his Father, and through him the worlds were formed and all things were created. Do you believe that for the sake of us men and women and for the sake of our salvation, he came down from heaven and became incarnate by the power of the Holy Spirit and became man and was conceived and born of the Blessed Virgin Mary? Do you believe that he suffered and was crucified in the days of Pontius Pilate, died and was buried, and on the third day he rose again as it was written, and he ascended into heaven and sits at the right hand of the Father, and he will come again to judge the dead and the living? Do you believe in one Holy Spirit, the Spirit of truth who proceeds from the Father and the Son, the life-giver of Spirit? Do you believe in one holy Catholic and Apostolic Church and confess one baptism for the remission of sins, the resurrection of the body and the life everlasting? Dear children, may God bless you to lead a faithful life till the end of your life. ക്രൈസ്തവ ആധ്യാത്മികതയുടെ സ്രോതസ്സും ഉച്ചസ്ഥായിയുമായ പരിശുദ്ധ കുർബാനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നിത്യതയോളം നീളുന്ന ആത്മാവിൻ്റെ യാത്രയിലെ തിരുപാഥേയമാണ് വിശുദ്ധ കുർബാന. ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ കൃപാസമൃദ്ധിയിലൂടെ കടന്നു പോകുന്ന ഈ കുരുന്നുകളുടെ നിഷ്കളങ്കമായ നിയോഗങ്ങൾക്കൊപ്പം നമ്മുടെ പ്രാർത്ഥനകളും നമുക്ക് ഈ സമയം ചേർത്ത് വയ്ക്കാം. അതീവ ശ്രദ്ധയോടും ഭക്തിയോടും കൂടെ സജീവമായി നമുക്ക് ഈ വിശുദ്ധ ബലിയിൽ പങ്കുചേരാം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കുചേരാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുങ്ങിടാം ഗുരുവിൻ സ്നേഹമൊഴിയാകം തിരുമുൻപാകെ അടച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും.
അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം നീയാകുന്നു. നിന്റെ ശരീരരക്തങ്ങൾ നൽകി ഞങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനെ ഓർത്ത് നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങയുടെ ശരീരരക്തങ്ങൾ ആദ്യമായി സ്വീകരിക്കുന്നതിനണഞ്ഞിരിക്കുന്ന അങ്ങയുടെ ഈ മക്കളെ അനുഗ്രഹിക്കണമേ. നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന ഈ ദിവ്യരഹസ്യങ്ങൾ യോഗ്യതാപൂർവം പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കുകയും ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ, നിൻ സ്തുതി പാടും. അനുദിനം അങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും ആരം സ്തുത്യനുമെന്നെന്നും. എന്നാത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതിഗീതങ്ങൾ. ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. ഞാനീ മണ്ണിൽ കഴിവോളം ദൈവസ്തുതികൾ പാടിയിടും. അരജനിലോ നരനൊരുവനിലോ ശരണം തേടാൻ തുണിയരുതേ. നല്ലതും ഉചിതവുമല്ലോ നാം പാടുക ദൈവസ്തുതിഗീതം. വാഴ്ത്താം അവനുടെ തിരുനാമം. ദൈവം നിത്യൻ സ്തുത്യർഹൻ.
ചിതറിയൊരിസ്രയേൽ ജനതതിയെ നാദം വീണ്ടും ചേർക്കുന്നു. പണിയുന്നു നഗരിയവൻ കരുണാവാരിധി അവനല്ലോ. ജനരാശികളുടെ മധ്യേ ഞാൻ നിൻ സ്തുതിഗീതം പാടിയിടും. വളരെ ജനത്തിൻ മുൻപിൽ ഞാൻ നിൻ സ്തുതി പാടി വണങ്ങിയിടും. പാദനും അതുപോലാത്മജനും റൂഹായ്ക്കും സ്തുതിയെന്നേക്കും. ആദി മുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന് പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന ആ സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമരക്ഷയുന്നീകുന്നു. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശാം, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദർഹനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും.
ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കെദോർലാവോമരെയും കൂടെയുണ്ടായിരുന്ന രാജാക്കന്മാരെയും തോൽപ്പിച്ച് മടങ്ങി വന്ന അബ്രാമിനെ എതിരേൽക്കാൻ സോദോം രാജാവിന്റെ താഴ്വര എന്നറിയപ്പെടുന്ന ഷാവേ താഴ്വരയിലേക്ക് ചെന്നു. സാലേം രാജാവായ മെൽക്കിസെദെക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു അവൻ. അബ്രാമിനെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു, ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്തിന്റെ കൃപാകടാക്ഷം നിന്റെ മേലുണ്ടാകട്ടെ. ശത്രുക്കളെ നിന്റെ കയ്യിലേൽപ്പിച്ച അത്യുന്നത ദൈവം അനുഗ്രഹീതൻ. അബ്രാം എല്ലാത്തിന്റെയും ദശാംശം അവന് കൊടുത്തു. സോദോം രാജാവ് അബ്രാമിനോട് പറഞ്ഞു, ആളുകളെ എനിക്ക് വിട്ടുതരിക, സമ്പത്തെല്ലാം നീ എടുത്തുകൊള്ളുക. അബ്രാം സോദോം രാജാവിനോട് പറഞ്ഞു, ഞാൻ കർത്താവിന്റെ മുമ്പിൽ, ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ അത്യുന്നത ദൈവത്തിന്റെ മുമ്പിൽ ശപഥം ചെയ്യുന്നു, നിങ്ങളുടേതായ ഒരു ചരടോ ചെരുപ്പിന്റെ വാറോ ഒന്നും തന്നെ ഞാൻ എടുക്കുകയില്ല. ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കി എന്ന് നിങ്ങൾ പറയരുതല്ലോ. യുവാക്കൾ ഭക്ഷിച്ചതും എന്റെ കൂടെ വന്നവരുടെ പങ്കും മാത്രമേ എനിക്ക് വേണ്ടൂ. ആനറും എഷ്കോലും മാമ്രയും തങ്ങളുടെ പങ്ക് എടുത്തുകൊള്ളട്ടെ. ദൈവമായ കർത്താവിനെ സ്തുതി. അന്തരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. തങ്കരവിരുതല്ലോ മാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. പിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. Reading from the 1 Corinthians chapter 11 verses 23 to 29. Bless me, Lord. For I received from the Lord what I also handed on to you, that the Lord Jesus, on the night before he was betrayed, took a loaf of bread, and when he had given thanks, he broke it and said, "This is my body, that is for you. Do this in the remembrance of me." In the same way, he took the cup also, after supper, saying, "This cup is the new covenant in my blood. Do this as often
the Lord in an unworthy manner will be answerable for the body and blood of the Lord. Examine yourselves only, and then eat of the bread and drink of the cup. For all who eat of the bread and drink of the cup without discerning the body eat and drink judgment against themselves. This is the word of the Lord. Praise be to Christ our Lord. ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ 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 പാടിയിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമെൻ മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിടട്ടെ. പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ, ആദി മുതൽക്കേയും നിത്യവുമായി ഭവിച്ചിരട്ടെ. ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ 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 പാടിയിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവൻ എങ്ങനെ കഴിയുമെന്ന് അവർ ചോദിച്ചു. ഈശോ പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു. ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയ്ക്ക് ഏറ്റവും പ്രിയമുള്ള ബഹുമാനപ്പെട്ട വികാരിച്ച പ്രിയപ്പെട്ട കൊച്ചച്ച, ഇന്ന് ആദ്യ കുർബാന സ്വീകരിക്കുന്ന അഭിമേൽ അല്ലേ, അഭിമേലിൻ്റെ മാതാപിതാക്കൾ പ്രിയപ്പെട്ട ഏഞ്ചലിൻ, ഇവാഞ്ചലിൻ്റെ മാതാപിതാക്കൾ, പ്രിയ സഹോദരി സഹോദരന്മാരെ, നമുക്കെല്ലാവർക്കും വളരെ സന്തോഷമുള്ളൊരു തിരുക്കർമ്മത്തിലാണ് നാം ആയിരിക്കുക. നമുക്കേറെ പ്രിയപ്പെട്ട ഈ രണ്ട് മക്കൾ ഇന്ന് ഈശോയെ ആദ്യമായി സ്വീകരിക്കുന്നതിൻ്റെ സന്തോഷത്തിലാണ്. ആ സന്തോഷത്തിൽ നമുക്കെല്ലാവർക്കും പങ്കുചേരാം. പരിശുദ്ധ കുർബാന എന്താണ് എന്നും പരിശുദ്ധ കുർബാനയിൽ ആരെയാണ് നാം സ്വീകരിക്കുന്നത് എന്നും മനസ്സിലാക്കിയാൽ നാം യഥാർത്ഥ വിശ്വാസികളായിത്തീരും. പരിശുദ്ധ കുർബാനയിൽ ഈശോ സത്യമായും വ്യക്തിപരമായും സന്നിഹിതനാണ് എന്നും നാം സ്വീകരിക്കുന്നത് ഒരപ്പത്തെ അല്ല,
മറിച്ച് ദൈവപുത്രനായ ഈശോ മിശിഹായെ തന്നെയാണ് എന്നുമുള്ള ആ വിശ്വാസം നമുക്ക് സ്വന്തമായി കഴിഞ്ഞാൽ നാം യഥാർത്ഥ ക്രിസ്ത്യാനികൾ. ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷത്തിൽ ഈശോ ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറേ പേര് പറഞ്ഞു, ഇവനെങ്ങനെയാണ് തൻ്റെ ശരീരവും രക്തവും നമുക്ക് ഭക്ഷണമായി തരാൻ പറ്റുക? അസാധ്യം. നമ്മൾ തന്നെ മനുഷ്യ ശരീരം തിന്നുന്നവരാണ്. അതുകൊണ്ട് ഈ വചനം കഠിനമാണ്. ആളുകൾ വിഷമിക്കുന്നു എന്ന് കണ്ടപ്പോൾ ഈശോ വാക്കുമാറ്റിയൊന്നും പറഞ്ഞില്ല. ഈശോ വീണ്ടും പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാവുകയില്ല, പകരം നിങ്ങൾക്ക് ശിക്ഷാവിധി കാത്തിരിക്കുന്നു, നിങ്ങൾ മരണത്തിലേക്ക് പ്രവേശിക്കും എന്ന് ഈശോ അസന്നിഗ്ധമായി ആവർത്തിച്ചു. അൺലെസ് യു ഈറ്റ് മൈ ബോഡി ആൻഡ് ഡ്രിങ്ക് മൈ ബ്ലഡ് യു വിൽ നോട്ട് ഇൻഹെറിറ്റ് ദ ഇറ്റേണൽ ലൈഫ്. അത് പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇന്ന് തിരിച്ചറിയേണ്ട സത്യമാണ്. ഇവർ മാത്രമല്ല, ഇതിൽ പങ്കെടുക്കുന്ന നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ട സത്യമാണ്. പരിശുദ്ധ കുർബാന ഈശോ തന്നെയാണ് എന്ന വലിയ ബോധ്യം. ക്രിസ്തീയതയിൽ വിശ്വസിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും, എന്നാൽ അത് വിശ്വസിക്കുന്നില്ല എങ്കിൽ നമ്മുടെ വിശ്വാസം തന്നെ ശൂന്യമായി പോകുന്നതുമായ ഒരേ ഒരു സത്യമേ ഉള്ളൂ. അത് പരിശുദ്ധ കുർബാന എന്ന സത്യമാണ്. ആ പരിശുദ്ധ കുർബാനയെ കൂടുതൽ ആഴത്തിൽ സ്നേഹിക്കാനും ആ പരിശുദ്ധ കുർബാനയോടൊത്ത് ജീവിക്കാനും നമുക്ക് പരിശ്രമിക്കാം. അതിന് നിങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. കുഞ്ഞുങ്ങളായ നിങ്ങളോട് കൊച്ചുറേസ്യ പുണ്യവതി ആദ്യ കുർബാന സ്വീകരിച്ചപ്പോൾ എടുത്ത 3 പ്രതിജ്ഞകളുണ്ട് അല്ലേ? പ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. സെൻറ്റ് തെരേസ ഓഫ് ലിസ്യു, ഷീ ഈസ് എ ലിറ്റിൽ ഏഞ്ചലിക് സെയിൻറ്റ്. When she received the first Holy Communion, in her diary she wrote 3 pledges, 3 oaths. Have you heard about those pledges? No. I shall tell you. The first one, she wrote, I will attend the Holy Kurbana every day as far as it is possible. That means attending the Holy Eucharistic celebration is something very, very important for those who have received the first Holy Communion. So, my dear children, make it a point that you are here in the church, not on every day. As you are students, I know that it is not possible for you to attend the Holy Mass every day, but as far as possible, you should show up the church and see the Eucharistic Lord and receive Him faithfully. That is the very first pledge of Saint Teresa. The second one is quite easier when compared to the first one. The second one is, I will recite an ejaculation prayer 100 times a day. You know the ejaculation prayers, no? സുഹൃത ജപങ്ങൾ അല്ലേ? സുഹൃത ജപങ്ങളെ കുറിച്ച് കേട്ടിട്ടില്ല? ഒരു സുഹൃതം ചൊല്ലിക്കേ. ഇവാഞ്ചലി. I love Jesus. Abhimail, can you recite one? I love Jesus, I trust in Jesus, Jesus I love you. There are so many such prayers. The mother can teach him some ejaculation. See, and Saint Teresa of Avila said, you have to recite at least one ejaculation prayer. How many times? 100 times. Fine. And the third one is also easy, but I don't know how far it is easy for you. She wrote,
I will never ever disobey my parents. I don't ask your parents, how far are you obeying your parents? But Saint Teresa of Avila wrote in her diary, I will never ever disobey my parents. That means these 3 pledges, those are quite important. You may be thinking that those pledges are very simple and silly. But remember, by keeping these 3 pledges, she became not only a saint of the Holy Catholic Church, but even a doctor of the Catholic faith. See, my dear children, you can also follow the small example of Saint Teresa of Avila. I will tell those 3 things once more. Afterwards, I will ask you. Okay? Listen attentively. 1. I will attend the Holy Eucharistic celebration every day possible. Second one, I will recite an ejaculatory prayer 100 times a day. Third one, I will never ever disobey my parents. Who will try? Evangeline will try. Come. I will attend the Eucharistic celebration daily as far as possible. I will never disobey my parents, and I will recite 1 ejaculation 100 times in a day. Very good. Let us give a good clap. Are you trying? Come. I attend the Holy Ritual celebration daily. I will recite I love you Jesus 100 times. Very good. Then, with regard to parents, I will not never ever disobey my parents. Great. Super. So if you follow all these 3 pledges throughout your life, it is certain that you will be once venerated at the altar as Saint Abimael and Saint Evangeline. May the Almighty God bless you, my dear children. In the name of the Father, and of the Son, and of the Holy Spirit. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും ഇവിടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വഴിയും സത്യവും ജീവനുമായ മിശിഹായേ, നിന്റെ പുനരുത്ഥാനത്തിൽ ആനന്ദിക്കുന്ന ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും ആനയിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണ കേൾക്കണമേ. രക്ഷകനായ മിശിഹായേ, നിന്റെ തിരുശരീര രക്തങ്ങൾ ആദ്യമായി സ്വീകരിക്കുന്ന ഇവർ നിന്നെ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധ കുർബാന സ്ഥാപിച്ച മിശിഹായെ, കുർബാനയിലുള്ള ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്നും നിന്റെ ശരീര രക്തങ്ങൾ യോഗ്യതാപൂർവ്വം സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും എന്നല്ല ചെയ്ത മിശിഹായെ, ഹൃദയശുദ്ധി പാലിച്ചുകൊണ്ട് നിന്നിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ സഹോദരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്നല്ല ചെയ്ത മിശിഹായെ, നിന്റെ ശരീര രക്തങ്ങൾ ഭക്ഷിക്കുന്ന ഞങ്ങൾക്ക് വിശക്കുന്നവരിലും ദാഹിക്കുന്നവരിലും നിന്റെ മുഖം ദർശിക്കുവാനുള്ള പ്രകാശം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവിതത്തിന്റെ അമ്മമായ മിശിഹായെ, നിന്നിലുള്ള വിശ്വാസത്തിൽ ഇവരെ വളർത്തുന്ന ഇവരുടെ മാതാപിതാക്കളെയും ഇവരെ ആത്മീയമായി നയിച്ചു
പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വൈദികരെയും സന്യസ്തരെയും, നിന്നെ സ്വീകരിക്കാൻ ഒരുക്കിയ എല്ലാ അധ്യാപകരെയും, ഇന്നത്തെ തിരുക്കർമ്മങ്ങളുടെ വിജയത്തിനായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പുനരുത്ഥാനത്തിന്റെ മഹത്വത്തിലേക്ക് ദൈവജനത്തെ നയിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവര പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിനെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ കുര്യാക്കോസ് മെത്രാപ്പൊലീത്തായെയും ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ കാർമ്മികത്വം വഹിക്കുന്ന മാർ ജോസഫ് പാപ്ലാനി മെത്രാപ്പൊലീത്തായെയും മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ജീവന്റെ അപ്പമായി ലോകത്തിലേക്ക് വന്ന മിശിഹായെ, അങ്ങയുടെ പക്കൽ അണഞ്ഞിരിക്കുന്ന ഞങ്ങളെ ആത്മീയവും ഭൗതികവുമായ ദാനങ്ങളാൽ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുന്നവർക്ക് അവരുടെ ജീവിതയാത്രയിൽ അങ്ങെന്നും തുണയായിരിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ദൈവാത്മികയെയും മറിയൗസേപ്പിനെയും സാദരമോർത്തിടാം പാവനമീ ബലിയിൽ. സർവരും ഒന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. മാർത്തോമായെയും ദിനസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാം. നമ്മുടെ കൂടെ
മരിതോദ്ധാരം ശരണം നേടുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വസ്വകൾക്കും ആരാധജാതനും ഈശോമിശിഹായ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാ സൃഷ്ടികളും വരികയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ ശരീരം ധരിച്ച് മനുഷ്യനായി പിറന്നു. പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തനിപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും രക്ഷിക്കുവാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രൻ പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്രൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ശരീരത്തെ അറിയുന്നു, നിത്യായുസ്സുകളേറ്റുകയും ചെയ്യുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രാക്യസന്മാരും മേജർ ആർച്ച് ബിഷപ്പ്മാരും മെത്രാപ്പൊലീത്താമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷിക്കുന്നവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് നിന്ന് വേർപെട്ടു പോയ എല്ലാവരും അനുസ്മരിക്കുവാൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വർഗരാജ്യത്തിന് നിത്യജീവനും കാരണമാകട്ടെ. എന്റെ സഹോദരരെ, ഈ കുർബാന കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും അർപ്പിക്കുന്നിപ്പോൾ എപ്പോഴും എന്നേക്കും. സമാധാനം സഹോദരരെ, മിശിഹായുടെ
നമുക്ക് എല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടി കർത്താവിനെ നിവേദിക്കുകയും അവിടെ നിന്ന് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ അതപ്പോൾ നിന്ന് യോഗനഷ്ടപ്പെടുകയും സൂചിച്ചപേക്ഷിക്കുകയും ഭയഭക്തി ദീർഘരഹസ്യങ്ങളിൽ കുതാശയപ്പെടുന്നു. പുരോഹിതൻ തന്നെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ ചെറുത്തിലുയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവും നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവ് ദൈവത്തിനു ബലിയർപ്പിക്കൂ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറെ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000-ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന ഒന്നായുച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടും. സ്തുതിഗീതങ്ങൾ പാടും.
കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസൻ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ ഈശോ നിർമ്മലമായ തന്റെ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ചു ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവീക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ചു പോയ ഞങ്ങളെ സമർത്തിരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതി അങ്ങയുടെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും അർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സമൃദ്ധാവന്തരകരമായ ഭാഗ്യം ഞങ്ങളുടെ സമൃദ്ധാവന്തരകരമായ മേജറാർച്ചുമാറാഫിന്റെ ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷ പിതാവുമായ മാർഗ്രിയാക്കോസ്മിതാക്കും ഇന്ന് ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന മാർ ജോസഫ് ദ്രാവലിതാക്കും പുരോഹിതന്മാർ, സംസ്ഥാനമാർ, സമർപ്പിതരന്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും
രക്തസാക്ഷികളുടെയും വന്നതരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നദ്ധയിൽ പ്രീതിജനകമാവിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഞങ്ങളുടെ നാമത്തിൽ വേർപിടിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനും ഇവരുടെ എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടിയും അയോഗ്യരും പാപികളും ബലഹീനരുമായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്ന് അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അയച്ചുവെന്ന് ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധ അങ്ങേ ദാസരുടെ ഈ കൃപാനെ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയും അങ്ങേ പ്രീതിപ്പെടുത്തി എല്ലാവരും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിന് കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദരം ഞങ്ങളർപ്പിക്കും. സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും എന്നുമേ തോന്നും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ ആനന്ദത്തിന് സഹായി എന്നെ
സാദൃശ്യം അവിടുത്തെ തിരുസിംഹാസനമായ ബലിപീഠത്തെയും പാപമോചകമായ തിരുശരീര രക്തങ്ങളെയും പരിമളപൂരിതമാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, അങ്ങേ തിരുനാമത്തിനു സ്തുതി. നാഥനായ അങ്ങേക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകനെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിവാദങ്ങളെ സമീപിക്കാം. അനുതാപത്തിൽ തന്നെ ഉള്ളവാക്കുന്ന ശബ്ദത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരികയും പാപങ്ങളെ കുറിച്ച് പശ്ചാത്താപിച്ചും സഹോദരെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സമൃദ്ധിയിലാകുന്ന ദൈവത്തോട് കൃപയും പാപബോധവും യാചിക്കുകയും ചെയ്യാം. വ്യക്തികളും കലങ്ങളും പിഴിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിൽ ഉപേക്ഷിത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങേ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനെ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങേ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളെ പകകൊള്ളാം. കർത്താവേ, അങ്ങേ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ നമ്മുടെ ശരീരങ്ങളുടെ ഉയർവിനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങേ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോട് വന്ദിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങേ സന്നിധിയിലെപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നുചേർന്ന് അങ്ങേ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ
എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിലോ എന്റെ സൈന്യങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹാ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. സഹോദരരെ, പാപങ്ങൾ മോചിച്ച് ജീവൻ പ്രദാനം ചെയ്യാൻ ഈ രഹസ്യത്തിൽ പാവകാരാക്കപ്പെടും. ഇത് ജീവൻ മറിഞ്ഞിരിക്കുന്ന വലിയ രഹസ്യമാകുന്നു. അർഹത ഉള്ളവൻ ഇതെല്ലാം നന്മകൾ നൽകുന്നു. നമ്മെ വിശുദ്ധീകരിക്കുകയും നമ്മൾ സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യുന്ന ഈ ദാനം നിർമ്മല ഹൃദയത്തോടെ നമ്മൾ സ്വീകരിക്കാം. ദിവ്യനാഥനോടുള്ള സ്നേഹത്തിൻ്റെയും നന്ദിയുടെയും സൂചനയായി തങ്ങളെ തന്നെ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ഇപ്പോൾ സമർപ്പിക്കുന്നു. അവരുടെ പ്രതിഷ്ഠകൾക്കൊപ്പം നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതങ്ങളെ മുഴുവനായും ദൈവത്തിന് സമർപ്പിക്കാം. സോൾ ഓഫ് ക്രൈസ്റ്റ് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ഇപ്പോൾ കുട്ടികൾ ചൊല്ലുന്നു. ആ സമയം അവരോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം.
വിശുദ്ധ കുർബാനയുടെ സമാപന ആശീർവാദത്തിനായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധാത്മാവിന്റെ കൃപവരത്താൽ സുസ്ഥിരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യന്റെ സമയച്ചയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാകപ്പെട്ട നമുക്കെല്ലാവർക്കും എഴുതാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക എല്ലാ നാഴികകളിലും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവനായകവും ദൈവികവുമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാഖമാരോടുകൂടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവ്യരഹസ്യങ്ങൾ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേ, അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടപെടാതെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം അങ്ങ് യോഗ്യരാക്കി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. സകലത്തെയും പൗത്രീകരിക്കുന്ന തന്റെ മൂല്യമായ ശരീരങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായി കൃപാപൂർവം നമ്മെ യോഗ്യരാക്കി വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാൻ അവർ നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതും ആചാരം അങ്ങേ കാരുണ്യത്താൽ ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിജ്ഞം പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ വലിയ പ്രത്യാശയ്ക്കും അങ്ങേ സ്ഥലത്ത് പ്രീതിജനകമായി വർദ്ധിച്ച് എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. കർത്താവാം മിശിഹാ വഴിയാ ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവ് സകലേശൻ വീരമോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും എന്റെ രക്തം പാനം ചെയ്യും. മാനവനിൽ നിവസിക്കും അവനിൽ ഞാനും നിശ്ചയമായി. വിധിയിൽ വീഴാതവനിൽ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസ്സവനേകും ഏവം നാഥനരുൾ ചെയ്തു. അരുളിയ പോലെ നീ ബലിയിൽ പങ്കാളികളാം അഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയ അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെ ജീവൻ നൽകും ദൈവികമായ ശുദ്ധി
കൈക്കൊണ്ടവരാമഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോൾ എപ്പോൾ എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. നിത്യപുരോഹിതനായ ഈശോ ദിവസത്തോളം എടുക്കുന്ന അവരുടെ അവരുടെ നാമങ്ങളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അവരുടെ ലോകത്തെ വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങനെ സ്നേഹം അവരെ ലോകത്തിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധമായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ അവരുടെ ആനന്ദവും ആശ്വാസവും ഭാരതമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോ വൈദികന്റെ രാജ്ഞിയായ മറിയമേ, വിശുദ്ധ അൽഫോൻസാമേ, കുടുംബമേ, ഈ സമയം മാതാവിന് തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുന്നതിൻ്റെ ഭാഗമായി കാർമ്മികൻ ചൊല്ലിക്കൊടുക്കുന്ന പ്രതിഷ്ഠാജപം കുട്ടികൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലുന്നു. പരിശുദ്ധ മറിയമേ, ഞങ്ങളുടെ നാഥേ, അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും ഭാഗ്യപ്പെട്ട സംരക്ഷണത്തിനും അങ്ങയുടെ കാരുണ്യമുള്ള ഹൃദയത്തിനുമായി എൻ്റെ ശരീരത്തെയും ആത്മാവിനെയും ഇന്നും എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ദിവസവും എൻ്റെ മരണനേരത്തും ഞാൻ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധ മാധ്യസ്ഥവും യോഗ്യതകളും മൂലം എൻ്റെ എല്ലാ പ്രവൃത്തികളും വിചാരങ്ങളും അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. അങ്ങയുടെയും അങ്ങേ പ്രിയപുത്രൻ്റെയും ഇഷ്ടാനുസരണം നിയന്ത്രിക്കപ്പെടുന്നതിന് എൻ്റെ എല്ലാ പ്രത്യാശകളും ആശ്വാസങ്ങളും എൻ്റെ എല്ലാ പരീക്ഷകളും ദുരിതങ്ങളും എൻ്റെ സ്നേഹവും താല്പര്യങ്ങളും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ. തങ്ങളെ വിശുദ്ധിയിലും നിഷ്കളങ്കതയിലും കാത്തു സംരക്ഷിക്കണമേ എന്ന് കുട്ടികൾ പ്രാർത്ഥിച്ചുകൊണ്ട് മാതാവിന് പുഷ്പം സമർപ്പിക്കുന്ന സമയമാണ്. പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്നും മനുഷ്യനായി പിറന്ന മെസ്സിഹായെ, അങ്ങയുടെ രക്ഷാരഹസ്യങ്ങളെ ധ്യാനിക്കുവാനും അങ്ങയുടെ മാധ്യസ്ഥം തേടുവാനുമായി ഞങ്ങൾ ഉപയോഗിക്കുന്ന ഈ ജപമാലകളെ ആശീർവദിച്ച് വിശുദ്ധീകരിക്കണമേ. ഇതുപയോഗിച്ച് പ്രാർത്ഥിക്കുന്ന ഈ കുഞ്ഞു മക്കൾ പരിശുദ്ധ അമ്മ വഴി അങ്ങയെ കൂടുതൽ അറിയാനും സ്നേഹിക്കുവാനും ഇടയാകട്ടെ. ശിശുസഹജമായ നിഷ്കളങ്കതയോടും പ്രത്യാശയോടും കൂടി പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുവാനും ആ അമ്മയിൽ വിളങ്ങിയിരുന്ന സുഹൃത്തുക്കൾ ജീവിതത്തിൽ പകർത്തുവാനും ഈ ജപമാല ഇവർക്ക് സഹായകമാകട്ടെ.
ദേവമാല ചൊല്ലുന്ന എല്ലാവരെയും സ്നേഹത്തിലും ഐക്യത്തിലും കാത്തു സൂക്ഷിക്കുകയും എല്ലാ അപകടങ്ങളും തിന്മകളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് മനുഷ്യനായി പിറന്ന മിശിഹായെ കാൽവരിയിലെ യാഗവേദിയിൽ അങ്ങയുടെ മാതാവിന് ഞങ്ങൾക്ക് അമ്മയായി നൽകിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തെ പ്രതി ഈ മക്കൾ ധരിക്കുന്ന ഉത്തരീയങ്ങളെ ആശീർവദിക്കണമേ. ഇത് ധരിക്കുന്നവർക്ക് പരിശുദ്ധ അമ്മയുടെ സഹായവും സംരക്ഷണവും ലഭിക്കുവാൻ ഇടയാക്കണമേ. നന്മയിൽ ഉറച്ചു നിൽക്കുവാനും തിന്മയെ നന്മ കൊണ്ട് ജയിക്കുവാനും ഈ ഉത്തരീയം ഇവർക്ക് പ്രചോദനമരട്ടെ. ദൈവത്തിൻ്റെ തിരുമനസ് പൂർണ്ണമായി നിറവേറ്റിയ പരിശുദ്ധ അമ്മയെ പോലെ അങ്ങയുടെ തിരുഹിതം നിറവേറ്റി ജീവിക്കുവാനും അവസാനം അമ്മയോടൊപ്പം സ്വർഗസൗഭാഗ്യം അനുഭവിക്കുവാനും ഈ ഉത്തരീയം ധരിക്കുന്ന ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കുട്ടികൾക്ക് ജപമാല വണങ്ങുകയും ഉത്തരീയം കഴുത്തിലണിയുകയും ചെയ്യുന്നു. അതോടൊപ്പം അവർക്കുള്ള സർട്ടിഫിക്കറ്റും ഈ സമയം വിതരണം ചെയ്യുന്നു. ഇന്നത്തെ വിശുദ്ധ കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച അഭിമന്യ ജോസഫ് പാമ്പ്ലാനി മെത്രാപ്പൊലീത്തായ്ക്കും സഹകാർമ്മികർക്കും മറ്റെല്ലാവർക്കും കുട്ടികളുടെ പ്രതിനിധിയായ അഭിമേൽ അനീഷ് ഇപ്പോൾ നന്ദി പറയുന്നു. Good evening to our Archbishop Joseph Pamplani. Respected fathers, sisters, teachers, parents, relatives and friends. I am Abhimanyu Ani, representing the 2025 Holy Candidates. October 15, 2025 is a memorable day for us. That day we receive Jesus Christ into our heart. We God Almighty for His blessings and grace. Our heartfelt gratitude to Archbishop Joseph Pamplani for gracing this occasion and inspiring us through the Holy Mass. Special thanks to Reverend Father Edwin for spiritual guidance and dedication, and to our beloved Father Jim, unseen yet invaluable support. Special thanks to Sister Tesney, Brother John for teaching us so well, and our catechism teachers for their patience and commitment. Thanks to the choir, Parish Council, especially Kaikai, altar service, photographers and everyone working behind the scenes for making this day so beautiful. We are grateful to Bidor family, friends, parishes for joining in our celebration. Congratulations to my classmate Evangeline for receiving Jesus today. Finally, our deepest love and thanks to our parents for their sacrifices and guidance in faith. May God bless everyone. Thank you. ആദ്യ
കുർബാന സ്വീകരണത്തിന്റെ തിരുക്കർമ്മങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. മനസ്സിൽ